കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് പേരിട്ടത് വളരെ ബോധപൂർവമാണ്. കേരളത്തിന് പുറത്തുള്ള കുറേയധികം പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് സംവിധായകന്റെ അടുത്തും നിർമ്മാതാവിൻ്റെ അടുത്തും ചില ചോദ്യം ചോദിച്ചപ്പോൾ അവർക്ക് പിടിച്ചേക്കാൻ കഴിയില്ല, അവർ ഓടുകയാണ്. അപ്പം ലവ് ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ വിറളി പിടിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം മാധ്യമങ്ങൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുണ്ടോ? അല്ല, ഇവരുണ്ടാക്കിയെടുത്ത കേരളത്തെക്കുറിച്ചുള്ള ഒരു 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 നരേറ്റീവ് ഉണ്ട്. ഇത് കേരളമാണ്, കേരളം വേറെയാണ്. അത് സാക്ഷരത, സാംസ്കാരികമായ ഔന്നത്യം, വിദ്യാഭ്യാസം, ഇതിലൊക്കെ കൊണ്ട് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ കേരളം, ഇവിടെ മതസൗഹാർദ്ദത്തിൻ്റെ, സോഷ്യൽ ഹാർമണി, മതേതരത്വം, ഇങ്ങനെയൊക്കെയുള്ള ഒരു നരേറ്റീവ് ഉണ്ടാക്കി കേരളത്തെ മുഴിപ്പിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനേൽക്കുന്ന ആഘാതം ഇവർക്ക് സഹിക്കാവുന്ന ഒരു കാര്യമല്ല. കാരണം ഓരോ കാര്യവും പുറത്തു വരുമ്പോൾ ഇവർ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഇത് വെറും ഒരു 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 പൊള്ളയായ ഒരു വസ്തുതയാണ് എന്നും ആ പൊള്ളത്തരം തുറന്നു കാട്ടപ്പെടുമ്പോഴുള്ള അസ്വസ്ഥതയും വേവലാതിയുമാണ് ഇത്തരം പ്രചരണങ്ങൾ ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ലവ് ജിഹാദ് എന്നുള്ളതുപോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നിർമ്മാതാവും സംവിധായകനെ ഒളിച്ചോടി എന്ന് പറയുന്നു, വസ്തുതാപരമല്ല. ആ ഇന്റർവ്യൂ കാണുന്ന എല്ലാവർക്കും അറിയാം, കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷെ എത്ര മറുപടി കിട്ടിയാലും അത് മതിയാവില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി കിട്ടണം എന്ന് വിചാരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു കോമാളിത്തരമാണ് യഥാർത്ഥത്തിൽ ഈ മലയാള മാധ്യമങ്ങൾ അന്നത്തെ ദിവസം ചോദിച്ചത്. ഇത് കേരളത്തെ ഇൻസൾട്ട് ചെയ്യുന്നതല്ലേ? ചേട്ടാ, കേരളത്തെ ഇൻസൾട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കേരളത്തിൽ നടക്കുന്ന കാര്യം പൊതുസമൂഹം അറിഞ്ഞാൽ കേരളത്തെ ഇൻസൾട്ട് ചെയ്യുന്നതാണ്. കേരളത്തെ ഇൻസൾട്ട് ചെയ്യുന്നത്, ഞാൻ നേരത്തെ കേരളത്തെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. അതാണ് കേരളത്തെ ഇൻസൾട്ട് ചെയ്യുന്നത്. ഇതൊന്നുമല്ല. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിന് നാണക്കേടാണ്. ആ നാണക്കേട് മാറ്റണം എന്നാണ് പറയുന്നത്. ഈ നാണക്കേട് മാറ്റണം. ഒരു ലോക പ്രശസ്തിയായിട്ടുള്ള ഒരു സാഹിത്യകാരി മാധവിക്കുട്ടിക്കുണ്ടായ അനുഭവത്തെ കുറിച്ച് ഈ നാട്ടിലെ സാഹിത്യകാരന്മാരൊക്കെ പറഞ്ഞു വെച്ചാൽ എന്താണ് മാധവിക്കുട്ടിക്ക് സംഭവിച്ചതെന്ന് മാധവിക്കുട്ടി പറഞ്ഞില്ലേ? എന്നെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു, അതിന് എന്നോട് മതം മാറാൻ പറഞ്ഞതാരാണ്? മുസ്ലിം ലീഗിന്റെ ഒരു സമുന്നതനായ നേതാവല്ലേ? പറയാൻ ധൈര്യമുണ്ടോ കേരളത്തിലെ ഇവിടുത്തെ UDF നേതാക്കന്മാർക്ക്? പറയാൻ ധൈര്യമുണ്ടോ LDFന്റെ നേതാക്കന്മാർക്ക്? ആ നേതാവിന്റെ പേര് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ തയ്യാറുണ്ടോ? എന്നിട്ട് പറഞ്ഞിട്ട് കേരളത്തിന്റെ പേരിൽ മുഴിപ്പിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? വൃത്തിയായ ഒരു സ്ത്രീയെ സ്നേഹം കൊടുക്കാമെന്ന് പറഞ്ഞ് മതം മാറ്റി ഒടുവിൽ വിവാഹത്തിൽ നിന്ന് പിൻവാങ്ങി മുഖം ഒളിച്ചോടിയത്, ആ സംഭവത്തെക്കുറിച്ച് ഇവർക്കാർക്കൊന്നും പറയാനില്ലേ? ഇവർക്കാർക്കൊന്നും പറയണ്ടേ? അപ്പൊ ഇതെല്ലാം കാപട്യമാണ്. ആ കാപട്യം ആണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി തുറന്നു കാണിക്കുന്നത്. ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്? ഇവിടെ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നതിന് ആരും എതിരല്ല. സ്നേഹിച്ച് പരസ്പരം സ്നേഹത്തോടു കൂടിയിട്ട് സ്നേഹം മാത്രം മുന്നുപാധിയാക്കിക്കൊണ്ട് വിവാഹം കഴിക്കുന്ന മിശ്ര വിവാഹങ്ങൾ നമ്മുടെ കേരളത്തിൽ എത്രയോ നടക്കുന്നുണ്ട്. ആരും അതിനെ എതിർക്കുന്നില്ലല്ലോ. മറിച്ച് വിവാഹത്തിന് വേണ്ടി അല്ലെങ്കിൽ മതം മാറ്റത്തിന് വേണ്ടി സ്നേഹം നടിക്കുകയും മതം മാറ്റാൻ വേണ്ടി സ്നേഹത്തിലൂടെ ആ പെൺകുട്ടിയെ ചതിയിൽപ്പെടുത്തുകയും അവളെ സെക്ഷുവലായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ട് അതുപയോഗിച്ച് മതം മാറ്റുക എന്ന ആത്യന്തിക ലക്ഷ്യം നടത്തുന്നതിനെയാണ് നമ്മൾ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ആ ലവ് ജിഹാദ് കേരളത്തിൽ നടക്കുന്നു, ഇന്ത്യ മുഴുവൻ ഇപ്പോൾ നടക്കുന്നു. അതിനെ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. അല്ലെ, കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതാണ് ചിത്രത്തിലെ സീനുകൾ എന്ന് സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ആരോപണം വരികയാണ്. അതെങ്ങനെയാണ് അത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിക്കാൻ കഴിയുക? അല്ല, കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ട് സിനിമയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കോട്ടേന്നേ, അതെന്താ കുഴപ്പം? അല്ല, ഈ ആരോപണം ഉന്നയിക്കുന്നത് എങ്ങനെയാണ്? സിനിമ കാണാതെ അത്തരം പറയുന്നത്, അപ്പൊ വെറുതെ നരേറ്റീവ് സൃഷ്ടിക്കുക, അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? അത്തരം നരേറ്റീവ് നമ്മൾ പാർട്ട് 1 കണ്ടില്ലേ? 30,000 പെൺകുട്ടികൾ അഫ്ഗാനിസ്ഥാനിലുണ്ടെന്ന് സിനിമ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ സിനിമ കണ്ട ആളാണ്, പാർട്ട് 1. അതിന്റെ പ്രൊമോ അവതരിപ്പിച്ചപ്പോഴോ ട്രെയിലറോ മറ്റോ അവതരിപ്പിച്ചപ്പോൾ അതിനകത്ത് ഈ ശാലിനി ഉണ്ണികൃഷ്ണൻ വന്ന് പറയുന്നതായിട്ട് ഉണ്ട്, 30,000-ഓളം പെൺകുട്ടികൾ അഫ്ഗാനിസ്ഥാനിലുണ്ടെന്ന്. സിനിമയിലില്ലത്. സിനിമയിൽ എവിടെയും 30,000 പെൺകുട്ടികളെ മതം മാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമേ ഇല്ല, അങ്ങനെ കാണിക്കുന്നുമില്ല. സിനിമയിൽ 3 പെൺകുട്ടികളുടെ സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ എന്താ പറയുക, ഒരു വാക്കിനെ പിടിച്ച് മൊത്തം നരേറ്റീവ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്, ആ സിനിമയെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കുന്നത്, സിനിമയ്ക്കെതിരെയുള്ള പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഈ സിനിമ ഇപ്പോൾ ബീഫ് തീറ്റിച്ചു എന്നൊരു ആരോപണമാണ്. എന്നിട്ട് ചോദിക്കുന്നത് കേരളത്തിൽ ആരെങ്കിലും ബീഫ് തീറ്റി? കേരളത്തിലെ സംഭവം അല്ലെന്നത്. ഇനി കേരളത്തിൽ ബീഫ് തീറ്റിച്ചില്ല എന്നുള്ളതിന് വല്ല ഉറപ്പുണ്ടോ നിങ്ങൾക്ക്?
കേരളത്തിൽ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചു സോണ എൽദോസ് പറഞ്ഞതിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സോണ എൽദോസിന്റെ മരണമൊഴിയെ വിശ്വസിക്കാത്തവരാണ് ഈ പറയുന്ന ബീഫ് തീറ്റിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് എതിർപ്പ് പറയുന്നത്. മരണമൊഴിയെ തള്ളിക്കളയുന്നവരാ. അനുജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എടപ്പള്ളിയിൽ ആത്മഹത്യ ചെയ്തു. ഈ എടപ്പള്ളിയിൽ മഹാരാജ് കോളേജിലെ PG സ്റ്റുഡന്റ് ആയിരുന്നു. ആ കുട്ടി തൂങ്ങി മരിച്ചതായിട്ടാണ് കാണുന്നത്. ഖലീൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം ആണ് ആ കുട്ടിയുമായിട്ട് ഒരുമിച്ച് ജീവിച്ചിരുന്നത്. വിവാഹം കഴിച്ചോ എന്നുള്ളതിനെ കുറിച്ച് ഉറപ്പില്ല. അയാൾ വേറെ വിവാഹം കഴിച്ച ആളാണ്. ഈ കുട്ടിയെ പ്രലോഭിപ്പിച്ച് ചതിയിൽപ്പെടുത്തി പ്രേമം നടിച്ചു. എന്താ സംഭവിച്ചത്? ആ കുട്ടിയെ മതം മാറ്റി. ആ കുട്ടിയുടെ മുടി മുറിച്ചു. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ആ കുട്ടിയെ എന്തൊക്കെ ചെയ്യിപ്പിച്ചു എന്ന് വല്ല ഉറപ്പുണ്ടോ? മുടി മുറിച്ച ആ കുട്ടിയെ കൊണ്ട് ബലം പ്രയോഗിച്ച് ബീഫ് തീറ്റിച്ചോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? നിർഭാഗ്യവശാൽ ആ കുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പില്ല. എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കുന്നത്? ഈ കേരളത്തിലടക്കം പെൺകുട്ടികളെ ഈ തരത്തിൽ ബീഫ് തീറ്റിച്ചില്ല എന്നുള്ള എന്തുറപ്പാണ് പറയാനുള്ളത്? ആർക്കാ പറയാനുള്ളത്? കാരണം നിർബന്ധിച്ച് മതം മാറ്റിയതിന്റെ തെളിവുണ്ടല്ലോ. അത് കോടതിയിൽ ഷഹൻഷാ കേസിൽ വന്നിട്ടുണ്ടല്ലോ. അത് സോണ എൽദോസിന്റെ കേസിൽ വന്നിട്ടുണ്ടല്ലോ. അത് നിമിഷ ഫാത്തിമയുടെ കേസിൽ വന്നിട്ടുണ്ടല്ലോ. നിർബന്ധിച്ച് മതം മാറ്റി, പ്രലോഭിപ്പിച്ച് മതം മാറ്റി എന്നുള്ള സംഭവം. അപ്പൊ നിർബന്ധിച്ച് മതം മാറ്റിയെങ്കിൽ നിർബന്ധിച്ച് ബീഫ് തിരിച്ചില്ല എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? ഈ പറയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും തെളിവ് പറയാനുണ്ടോ? അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഈ വിഷയത്തെ തമസ്കരിക്കാൻ ശ്രമിച്ചാൽ ഈ വിഷയം തമസ്കരിക്കപ്പെടില്ല. കാരണം ഇത് കേരളത്തിൽ അനുദിനം ഓരോ രക്ഷകർത്താവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയാണ്. അവര് സമൂഹത്തിന്റെ മുമ്പിൽ അവര് ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ട് അല്ലെങ്കിൽ ജീവിക്കുന്ന ദുരന്ത കഥാപാത്രങ്ങളായിട്ട് നിൽക്കുകയാണ്. ഇരകളാക്കപ്പെട്ട പെൺകുട്ടികളുണ്ട്, അവരിന്നും ജീവിച്ചിരിക്കുകയാണ്. അവര് മീഡിയയോട് പറയാൻ തയ്യാറാണ്. അവരെ പോയി നിങ്ങൾ ആരെങ്കിലും ഇന്റർവ്യൂ എടുക്കുമോ? ഈ ലവ് ജിഹാദിന് ഇരകളാക്കപ്പെട്ട പെൺകുട്ടികളെ പോയി ഇന്റർവ്യൂ എടുക്കുമോ? ഞാൻ അണിനിരത്താം ആ കുട്ടികളെ. ഇന്റർവ്യൂ ചെയ്യുമോ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ? അവരോട് സംസാരിക്കുമോ? ആർഷവിദ്യാ സമാജത്തിൽ അങ്ങനെ 10-15 പെൺകുട്ടികൾ ഇപ്പോഴുണ്ടല്ലോ. അവരുടെ ഇന്റർവ്യൂ എടുക്കുമോ? അവരുടെ അനുഭവങ്ങൾ പറയുമോ? ചോദിക്കുമോ? അപ്പൊ അനുഭവിച്ചവൻ അവിടെ നിൽക്ക്, കേട്ടവൻ പറയട്ടെ, കണ്ടവൻ അവിടെ നിൽക്കുക എന്ന് പറയുന്ന ന്യായമാണിത്. അനുഭവിച്ച പെൺകുട്ടികളുടെ, ആ ഇരകളാക്കപ്പെട്ടവരുടെ വേദനയും അവരുടെ വിഷമവും അവരനുഭവിച്ച അപമാനവും ഒന്നും ഒരു പ്രശ്നമല്ല. ഈ വേട്ടക്കാർക്കൊപ്പം നിന്നുകൊണ്ട് വേട്ടക്കാരുടെ മത തീവ്രവാദത്തിനെ പിന്തുണയ്ക്കുന്ന ഈ ഇടത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നിലപാടുകൾ, ആ നിലപാടുകളെയാണ് ശക്തമായിട്ട് എതിർക്കേണ്ടത്. അവർ വേട്ടക്കാർക്കൊപ്പമാണ്, ഇരകൾക്കൊപ്പമല്ല. ഇതിനെയാണ് ചോദ്യം. അതിന്റെ വാർത്തകൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും താമസിക്കുന്നത്? അപ്പൊ ലവ് ജിഹാദ് ഇല്ല എന്ന് ഉറച്ചു പറയോ, ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയോ? അല്ല, ലവ് ജിഹാദ് ഇല്ല എന്നും ലവ് ജിഹാദ് ഒരു വർഗീയ പ്രചരണമാണ് എന്നാണല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത്. അവര് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ ഓരോ വിഷയത്തിലും പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഏത് വിവാദത്തെയും തമസ്കരിക്കാനോ ഇല്ലാതെ അവർ മലബാർ മാപ്പിളകളെ പോലും എങ്ങനെയാ പറയുന്നത്? മാപ്പിളകൾ നടന്നിട്ടില്ല എന്നല്ലേ? ടിപ്പുവിന്റെ ആക്രമണത്തെ എങ്ങനെ പറയുന്നത്? ടിപ്പു വളരെ മഹാനായിട്ടുള്ള ആളാണെന്നല്ലേ? ഇസ്ലാമിക അധിനിവേശ കാലഘട്ടം മുഴുവൻ സ്വർഗമാണ് ആയിരുന്നു എന്നല്ലേ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവരെപ്പോഴും വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആരെ? ഇസ്ലാമിക അധിനിവേശത്തെയും ഇസ്ലാമിക മത തീവ്രവാദത്തെയും ഒക്കെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കുക. സ്വാഭാവികമാണ്. അവർ ആ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ലവ് ജിഹാദ് ഇല്ലെന്നേ പറയൂ. അവർക്ക് അങ്ങനെ പറഞ്ഞേ പറ്റൂ. അപ്പോൾ ഇത്തരം മാധ്യമങ്ങളുടെ പ്രചരണത്തെ വിലക്കെടുക്കാൻ കേരളത്തിലെ ഹിന്ദു സമൂഹം തയ്യാറാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇരകളാക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ലവ് ജിഹാദ് വെറും കെട്ടുകഥയാണ്, വർഗീയ പ്രചരണമാണ് എന്നുള്ള വാദഗതിക്ക് യാതൊരു അർത്ഥവുമില്ല. അത് നിലനിൽക്കാൻ പോകുന്നില്ല. അപ്പൊ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കുറെ കപടവാദങ്ങളെല്ലാം പൊളിഞ്ഞു വീഴും എന്നുള്ള ആശങ്ക ആർക്കൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന കേരള സ്റ്റോറി 1 തന്നെ വലിയൊരു അത് മനഃപൂർവ്വം ആളുകളെ കാണിക്കാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ക്രൈസ്തവ സഭകളൊക്കെ വലിയ ആളുകളെ വിളിച്ചു കൂട്ടിയ സിനിമകൾ കാണിച്ചു. എങ്കിലും ജനറൽ പബ്ലിക് കാണാതിരിക്കാൻ വേണ്ടി ആസൂത്രിതമായ പ്രചരണം, ഇത് ഇപ്പൊ ഇങ്ങനെയുള്ള പ്രചരണമാണ്. ഇപ്പോൾ ഇത്തരം സിനിമകളൊന്നും, ഇപ്പൊ കാശ്മീർ ഫയൽസ് യഥാർത്ഥത്തിൽ ഇവരുണ്ടാക്കിയ
ഈ ഈ നുണക്കോട്ടകൾ മുഴുവൻ പൊളിച്ചു കളയുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ കേരളത്തിൽ അതിന് പ്രചരണം കൊടുക്കാനായിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളോ ഈ പറയുന്ന സാംസ്കാരിക നായകളോ തയ്യാറായില്ല. കാരണം ഇവരുണ്ടാക്കിയ നരേറ്റീവ്സിന്റെ അടിവേർ ഇറക്കുന്ന സിനിമയാണ് കാശ്മീർ ഫയൽസ്. തിയേറ്ററുകൾ പോലും വിട്ടുകൊടുക്കാതിരിക്കുന്നു. ഇതേപോലെ തന്നെയാണ് ലവ് ജിഹാദിനെ സംബന്ധിച്ച് ഉള്ള യാഥാർത്ഥ്യങ്ങളായ ട്രൂ ഇവന്റ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഈ സിനിമ. അത് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കോട്ടകൾ, നുണക്കോട്ടകൾ മുഴുവൻ തകർത്ത് കളയുന്നതാണ്. അതുകൊണ്ട് ഇവർ ഒരു കാരണവശാലും കേരളത്തിൽ അതിനെ പ്രൊമോട്ട് ചെയ്യില്ല. ഇവർ വിചാരിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരാണെന്നുള്ളത് ഇവരുണ്ടാക്കുന്ന ഒരു നരേറ്റീവാണ്. യഥാർത്ഥത്തിൽ ഇത് മുസ്ലിങ്ങൾക്കെതിരല്ല, മുസ്ലിം തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിനെതിരാണ്. അതിനെതിരായിരുന്നു അച്യുതാനന്ദൻ, അതിനെതിരായിരുന്നു AK ആന്റണി, അതിനെതിരായിരുന്നു ഉമ്മൻചാണ്ടി, അതിനെതിരാണ് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരൊക്കെ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്. പക്ഷെ ഇപ്പോൾ തരം പോലെ പലരും മാറ്റി മാറ്റി പറയുന്നത് അത് യഥാർത്ഥത്തിൽ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കേരള സ്റ്റോറി 2 വരുന്നതോടുകൂടി ഈ പറയുന്ന ഈ കപടവാദം ഉന്നയിക്കുന്നവർക്ക്, മാധ്യമങ്ങൾക്കൊക്കെ നിലപാട് തിരുത്തേണ്ടി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവും. ഒരു തരത്തിൽ നിലപാട് തിരുത്താൻ പോണില്ല. ഇവർക്ക് യഥാർത്ഥത്തിൽ ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിക്കുന്നുണ്ടോ സിനിജി? ഇല്ല. ലവ് ജിഹാദിനെ സംബന്ധിച്ച് അറിയാത്ത ആൾക്കാരാണെന്ന് എനിക്ക് തമാശ തോന്നുന്നു. കാരണം ഞാനത് ഒരു കാര്യം പറയുകയാണ്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തക പിന്നീട് അവരോടൊന്ന് പോയി. അവരിപ്പോൾ വലിയ എന്താ പറയുക, മതേതര ജനാധിപത്യ മതസൗഹാർദ്ദത്തിന്റെ, മതേതരത്വത്തിന്റെ, പുരോഗമനത്തിന്റെ ഒക്കെ വലിയ മാധ്യമ പ്രവർത്തകയായിട്ടുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. അവരൊരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന്റെ മകള് ഇതുപോലെ ഒരു കേസിൽ പെട്ടിരിക്കുകയാണ് ബാബു ചേട്ടാ, എങ്ങനെ അവരെ സഹായിക്കാൻ പറ്റും? എന്നോട് വിളിച്ചു ചോദിച്ച ആളാണ്. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, അത് മര്യാദകേടായതുകൊണ്ട്. പക്ഷെ അവരിപ്പോൾ TV-യിലൊക്കെ വന്നിരുന്നിട്ട് ഇതിനെ വിമർശിക്കുന്നത് കാണുമ്പോൾ, ഇതൊക്കെ വ്യക്തിപരമായി ഓരോരുത്തരെയും ജീവിതത്തിൽ വരുന്ന സമയത്ത് അവരെല്ലാം നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നു, നമ്മളോട് ബന്ധപ്പെടണം എന്ന് പറയുന്നു, എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് CPM-ന്റെ ജില്ലാ നേതാവ് പറഞ്ഞത്. ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ക്രൈസ്തവ സഭയുടെ നേതാക്കന്മാർ പറയുന്നത്. ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറ്റ് പലരും അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുന്നത്, ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്നുള്ളത്. ഇപ്പൊ ഇവര് ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടല്ല, പക്ഷെ അവർ ആസൂത്രിതമാണ് ഈ പ്രചരണം. ഇത് ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞില്ലേ, കേരളത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴും എന്നുള്ള പേടി കൊണ്ടാണ്. ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ വരുമ്പോൾ മാത്രമേ ഇത് യഥാർത്ഥ സംഭവങ്ങളും, അല്ലാത്തപ്പോൾ ഇത് സാങ്കല്പിക കഥകളും മാത്രമാണെന്ന് പ്രചരിപ്പിക്കാൻ ഏവരും ശ്രമിക്കുന്നു. കാസർഗോഡ് CPM-ന്റെ ഏരിയ സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ, അയാൾ പരസ്യമായിട്ട് TV-യിൽ വന്ന് പറഞ്ഞല്ലോ അയാളുടെ മകൾക്കുണ്ടായ അനുഭവത്തെ സംബന്ധിച്ച്. ഏരിയ സെക്രട്ടറി ആയിരുന്നല്ലോ CPM-ന്റെ. അയാൾ പറഞ്ഞില്ലേ? അപ്പോൾ ഓരോരുത്തരുടെ അനുഭവം വരുന്ന സമയത്ത് അവർ പരസ്യമായിട്ട് പറയുന്നു. ഈ പറയുന്ന ആളും 2 മാസത്തേക്കോ 3 മാസത്തേക്കേ പറയുള്ളൂ, അത് കഴിഞ്ഞാൽ വീണ്ടും ലവ് ജിഹാദിൽ എന്ന് പറയും. ഇതൊക്കെ അനുഭവത്തിന്റെ ആ ഒരു തീവ്രത കുറെ കാലം കഴിയുമ്പോൾ അതങ്ങ് മറക്കൂലോ, അതിനോട് അങ്ങ് പൊരുത്തപ്പെടും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ സംഘപരിവാറിന്റെ പ്രചരണമാണ്. ഇതൊക്കെ പറയുന്നു. കാരണം ഇവരൊക്കെ ആത്യന്തികമായിട്ട് ഹിന്ദു വിരുദ്ധ പക്ഷത്ത് അണിയുറപ്പിച്ചിട്ടുള്ളവരാണ്. അവര് ദേശവിരുദ്ധ പക്ഷത്ത് നിലയുറപ്പിച്ചവരാണ്. അവർ ഹിന്ദുവുമായി ബന്ധപ്പെട്ട ഒന്നിനെയും പ്രൊമോട്ട് ചെയ്യാനോ അതിനനുകൂലമായി സംസാരിക്കാനോ പാടില്ല എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരും സാംസ്കാരിക നായകരും രാഷ്ട്രീയ നേതൃത്വവും ഇന്ന് കേരളത്തിൽ വളരെ ശക്തമായിട്ടുണ്ട്. അതിനെ പൊളിച്ചു കാണിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളോട് അവർക്ക് അസഹിഷ്ണുതയാണ്. അവരതിനെ ഏതു നിലയ്ക്കും ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഇതാണ് കേരളത്തിലെ നിലവിലെ സാമൂഹ്യ അന്തരീക്ഷമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.